രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കൊറിയറിൽ നിന്ന് ഒരു കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് റെഡിയാണ്, വന്ന് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. കൊറിയർ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ പാസ്പോർട്ട് കയ്യിൽ വാങ്ങി ഞങ്ങളിങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. ഞങ്ങൾ മറിച്ച് നോക്കുന്ന സമയത്ത് അതിലൊന്നും കാണാനില്ല, ഒരു സ്റ്റിക്കറും ഒന്നുമില്ല. ഞങ്ങൾ മുന്നേ പോയ സ്ഥലങ്ങളുടെ സീലുകൾ മാത്രമേ ഉള്ളൂ. ഈ പാസ്പോർട്ടിന് ഒന്നിച്ച് 2 ലെറ്റേഴ്സും കൂടെ കണ്ടു. ആ ലെറ്ററിൽ എഴുതിയില്ല വിസ റിജക്റ്റഡ് എന്നാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു അതിരോ വരമ്പോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വരെ ഇല്ലാത്തൊരു റോഡായിരുന്നു. ഇടുങ്ങിയ റോഡിൽ ഇങ്ങനെ കയറും ഇറങ്ങൊക്കെ പോകുന്ന ടൈപ്പ് റോഡുകളാണ്. അതുപോലെ തട്ടായിട്ടുള്ള വീടുകളും അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം നല്ലോണം ഒഴുകുന്നുണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഒഴുകും. മുങ്ങിപ്പോവാത്തൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു ഒഴുക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലിപ്പറിയാണ് കല്ല്. ഓൾറെഡി എന്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് പ്രസാദ്. ഞാൻ UAE ബേസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ബ്ലോഗറാണ്. 2025 ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ വൈഫ് അമൃതയും കൂടിയിട്ട് സൈപ്രസിലോട്ടൊരു ട്രിപ്പ് നടത്തിയിരുന്നു. ആ ട്രിപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പുറത്തൊരു രാജ്യത്തോട്ട് പോകണമെന്ന് എനിക്കും എൻ്റെ വൈഫ് അമൃതയ്ക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം നവംബറിലാണ് ഞങ്ങൾ നോക്കി തുടങ്ങിയത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് UAE ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസ ഓൺ അറൈവൽ കിട്ടുന്ന രാജ്യങ്ങളുണ്ട്. അസർബൈജാൻ, ജോർജിയ പോലെയുള്ളൊക്കെ ഒരുപാട് രാജ്യങ്ങളിലോട്ട് ഞങ്ങൾ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ വിസ എടുക്കാൻ പറ്റും. പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾ ഓൾറെഡി പോയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു രാജ്യത്തോട് നോക്കുന്ന സമയത്ത് യൂറോപ്യൻ കൺട്രീസിലോട്ട് പോയാലോ എന്നൊരാഗ്രഹം തോന്നി. യൂറോപ്പിലോട്ട് പോകുന്ന സമയത്ത് ഷെൻജൻ വിസ എടുക്കണം. ഷെൻജൻ വിസയ്ക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടി ഒരു ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും ഷെൻജൻ വിസ വേണ്ടാത്ത കൺട്രികളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് സൈപ്രസ് എന്നൊരു രാജ്യം കണ്ടത്. സൈപ്രസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയുടെ നടുക്കുള്ള ഒരു ഐലൻഡ് രാജ്യമാണ്, ഒരു ദ്വീപാണ്. അപ്പോൾ അവിടത്തോട്ട് നോക്കുന്ന സമയത്ത് സെയിം പ്രൊസീജിയറാണ്, അതായത് ഷെൻജൻ വിസയുടെ സെയിം പ്രൊസീജിയറാണ്, പക്ഷേ അത്രയും ഡിലേ ഒന്നും വരില്ല. അപ്പം ഞങ്ങൾ നോക്കുന്ന സമയത്ത് അത് VFS എന്നൊരു ഏജൻസി ത്രൂ ആണ് ഈ വിസ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഞങ്ങൾ അപേക്ഷയൊക്കെ എല്ലാം റെഡിയാക്കി അവരെ ത്രൂ അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതായത് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിസ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. കൊറിയർ ത്രൂ നമുക്ക് തിരിച്ചു കിട്ടും. 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കൊറിയറിൽ നിന്ന് ഒരു കോൾ വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് റെഡിയാണ്, വന്ന് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും അമൃതയും ഞാനും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ നേരെ കൊറിയർ ഓഫീസിലോട്ട് പോയി. കൊറിയർ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ പാസ്പോർട്ട് കയ്യിൽ വാങ്ങി ഞങ്ങളിങ്ങനെ മറിച്ച് നോക്കുമായിരുന്നു. മറിച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വിസ അടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നത്. വിസ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ പോലെ അതിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഷെൻജൻ വിസയൊക്കെ ഉള്ളതുപോലെ അറിയെങ്കിൽ അതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ മറിച്ച് നോക്കുന്ന സമയത്ത് അതിലൊന്നും കാണാനില്ല, ഒരു സ്റ്റിക്കറും ഒന്നുമില്ല. ഞങ്ങൾ മുന്നേ പോയ സ്ഥലങ്ങളുടെ സീലുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു ലെറ്ററും കൂടെ കണ്ടു, 2 ലെറ്റേഴ്സ്. ഈ പാസ്പോർട്ടിന് ഒന്നിച്ച് 2 ലെറ്റേഴ്സും കൂടെ കണ്ടു. ആ ലെറ്ററിൽ എഴുതിയിട്ടില്ല വിസ റിജക്റ്റഡ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആ കൂടെ എന്താ പറയുക, സങ്കടമായിപ്പോയി. എന്താണ് സംഭവം, എന്തുകൊണ്ട് വിസ റിജക്റ്റ് ആയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വിസ റിജക്റ്റ് ആയത് ഞങ്ങളിന്ന് നോക്കുന്ന സമയത്ത് ഒരു എന്തുകൊണ്ട് റിജക്റ്റ് ആയെന്നുള്ള കാര്യം അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ വായിക്കുന്ന സമയത്ത് ടെക്നിക്കലായിട്ട് എന്തൊക്കെയാണ് എഴുതി വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായില്ല. UAE അബുദാബിയിൽ സൈപ്രസിന്റെ എംബസി ഉണ്ട്. അപ്പോൾ ആ എംബസിയിലോട്ട് ഞങ്ങൾ ഒന്ന് വിളിച്ചു നോക്കി, നമ്പർ എടുത്തിട്ട് വിളിച്ചു നോക്കിയ സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ മെയിൽ അയക്കണം, മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരും എന്ന് പറഞ്ഞു. ഞങ്ങളത് വിളിക്കുന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ ഏകദേശം ഉച്ച സമയമായി, അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ ഏകദേശം കഴിയാനായി. സൺഡേ ലീവാണ്. അത് കഴിഞ്ഞ് മൺഡേ മാത്രമേ അവരുടെ റിപ്ലൈ വരൂ എന്ന് ഏകദേശം നമുക്കറിയായിരുന്നു. ഞങ്ങളെന്തായാലും എല്ലാം ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ഞങ്ങളുടെ വിസ റിജക്റ്റായി, അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചു. തിങ്കളാഴ്ച വരെ ഒരു വലിയൊരു വെയിറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത് അങ്ങനെ എന്താ പറയുക, നോക്കിയിരിക്കുകയാണ് അവരുടെ റിപ്ലൈ എപ്പോൾ വരും എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ ഒരു മെയിൽ വന്നു ഞങ്ങൾക്ക്. മെയിലെടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. റിജക്റ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കൂടെ, അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഈ അപേക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നിച്ച് ഞങ്ങളുടെ ഐറ്റിനറിയും കൂടെ അതിൻ്റെ ഒന്നിച്ച് വെക്കണം. അപേക്ഷയുടെ ഒന്നിച്ച് ഐറ്റിനറിയും കൂടെ വെക്കണം. ഐറ്റിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നു, സൈപ്രസിൽ പോയിട്ട് എവിടെയൊക്കെ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം ഞങ്ങളങ്ങനെ പോകുന്നത് 9 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. 9 ദിവസത്തെ ട്രിപ്പിൽ ഒരു 7ാമത്തെ ദിവസത്തെ ട്രിപ്പിൽ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് ഒരു ലിഡ്ര എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് നോർത്തേൺ സൈപ്രസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്തത്. ഈ നോർത്തേൺ സൈപ്രസ് എന്ന് പറയുന്നത് സൈപ്രസിൽ ഒരു ഒക്യുപ്പൈഡ് ഏരിയ ആണ്.
ഈ സൈപ്രസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് വിഭജിച്ച ഒരു രാജ്യമാണ്. അതിൻ്റെ ഒരു ഭാഗം തുർക്കിഷ് ഒക്യുപ്പൈഡ് സൈപ്രസും മറ്റേ ഭാഗം ഗ്രീക്കുകാർ താമസിക്കുന്ന സൈപ്രസുമാണ്. ആ സമയത്ത് ആ ഡിവിഷന് ഒരു UN ബഫർ സോണൊക്കെ ഉണ്ട്. ആ ബഫർ സോൺ വെച്ചിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒക്യുപ്പൈഡ് ഏരിയയിലോട്ട് പോകുന്ന പോലെയാണ്. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ തന്നെ LOC ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ അവിടെയുണ്ട്. അതാണ് ഈ ബഫർ സോൺ. അത് ബഫർ സോൺ ക്രോസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത് റിജക്ട് ചെയ്തത്. സൈപ്രസിലോട്ട് ഇനി പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യവാങ്മൂലം എഴുതിയിട്ട് സൈപ്രസ് എംബസിയിൽ പോയി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് മെയിലിൽ പറഞ്ഞാണ് സത്യവാങ്മൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സൈപ്രസിലെ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ അവിടെ നിൽക്കുള്ളൂ, ആ ഭാഗത്തോട്ട് നോർത്തേൺ സൈപ്രസ് ഭാഗത്തോട്ട് ഞങ്ങൾ ക്രോസ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ലെറ്റർ സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് അത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവരുടെ മുന്നിൽ നിന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എംബസിയിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ബുധനാഴ്ച അങ്ങോട്ട് പോയി. രാവിലെ 9 മണിയാവുന്ന സമയത്ത് തന്നെ സൈപ്രസ് എംബസിയിലെത്തി. എംബസിയിൽ ആരും ഉണ്ടായിരുന്നില്ല, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നു. ഉള്ളിൽ കയറിയ സമയത്ത് അവിടെ ഒരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു എന്തായിരുന്നു വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ വന്നതാണ്, ഞങ്ങളുടെ വിസ റിജക്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കാൻ മീൻസ് ജസ്റ്റ് ചിരിക്കലല്ല, ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മെയിൽ അയച്ചത് അവരാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പാസ്പോർട്ട് തരൂ, അതുപോലെ ഈ സത്യവാങ്മൂലം എഴുതിയത് നിങ്ങൾ കൊണ്ടുതരൂ. ഞങ്ങളത് കൊടുത്ത സമയത്ത് അവർ പാസ്പോർട്ട് അത് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഓഫീസറെ കൊണ്ട് കാണിച്ചു. ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ആ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ഒപ്പിട്ട് കൊടുത്തു. രണ്ടുപേരും വേറെ ആക്കിയിരുന്നു. ഞാനും വൈഫും ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ കൊടുത്ത് അവർ ഞങ്ങളോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അതിന് ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ചു വിളിക്കുന്നത് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ പാസ്പോർട്ട് എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു യുവർ വിസ ഈസ് ഇൻ ദ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ആക്ച്വലി എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചില്ല അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുള്ള കാര്യം. പിന്നെ വിസ കിട്ടിയ പിന്നെ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ പോകേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്തു. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഒക്കെ പോയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോയ സമയത്ത് എല്ലാം ഒരു ഗൈഡ് ത്രൂ, അവിടുത്തെ ഒരു ട്രാവൽ ഏജൻസി ത്രൂ എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സ്വന്തമായിട്ട് A to Z എല്ലാം സ്വന്തമായി പ്ലാൻ ചെയ്തിട്ട് പോയത് എങ്ങനെയുണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. പിന്നെ അവിടെ താമസിക്കേണ്ട റൂമുകൾ ബുക്ക് ചെയ്തു. 9 ദിവസം ഉണ്ടായിരുന്നു. 4 സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, അതൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ റെൻ്റെക്കാർ ബുക്ക് ചെയ്തു. റെൻ്റെക്കാർ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, അതും ബുക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 28 ഡിസംബർ 28 ശനിയാഴ്ചയാണ്. ഡിസംബർ 28, 2024 അബുദാബി എയർപോർട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റാണ് വിസ ചെയ്യേണ്ടത്. ഫ്ലൈറ്റ് കയറി സുഖമായിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അവിടെ പോയി ഇറങ്ങുന്നത് സൈപ്രസിലെ ലർനാക്ക ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഈ ലർനാക്ക ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് സൈപ്രസിലെ ഏറ്റവും വലിയൊരു എയർപോർട്ടാണ്. നമ്മളവിടെ ഇറങ്ങിയിട്ട് ഇതേപോലെ ബസ്സിൽ കയറി ഞങ്ങൾ ടെർമിനലിലോട്ട് വന്നു. ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ വേറെ ലഗേജ് ഒന്നും എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഹാൻഡ് ബാഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നേരെ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ, ഡ്യൂട്ടി ഫ്രീയിൽ ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു QR കോഡ്, ഒരു തൂണിൻ്റെ മുകളിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. QR കോഡിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഈ ഗെറ്റ് യുവർ eSIM നൗ എന്ന്. അതായത് ടൂറിസ്റ്റുകൾക്ക് കിട്ടേണ്ട സിം കാർഡ് നിങ്ങൾക്ക് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നിങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് കിയോസ്ക് പോയിട്ട് ക്യൂ നിന്ന് പൈസ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ eSIM ആയിട്ട് കിട്ടും. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ അത് eSIM എനബിൾ ആയിട്ടുള്ളൊരു മൊബൈൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മൊബൈൽ സ്കാൻ ചെയ്തു. ജസ്റ്റ് സിമ്പിൾ പ്രൊസീജിയറാണ്. പെട്ടെന്ന് തന്നെ സിം കാർഡൊക്കെ ആക്ടിവേറ്റ് ആയി. ഡാറ്റ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീചാർജ് ചെയ്തു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് റീചാർജ് ചെയ്ത് അതൊക്കെ സെറ്റായി. ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ സെറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഫുൾ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് റെൻ്റെക്കാറിൻ്റെ ഓഫീസുകളുള്ള സ്ഥലമാണ്. ഇങ്ങനെ നിരത്തി റെൻ്റെക്കാറുകളാണ് എല്ലാം. ഒരു 5-10 കമ്പനികളെ റെൻ്റെക്കാർ ഓഫീസുകൾ ഇങ്ങനെ നിരത്തിയുണ്ട്. അതായത് ടെർമിനലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഓഫീസുകളുള്ളത്. അപ്പോൾ അവിടെ പോകുന്നത് നേരെ പോകുന്നത് ഞാൻ ബുക്ക് ചെയ്ത സിക്സ്റ്റ് എന്ന് പറയുന്നൊരു റെൻ്റെക്കാറിൻ്റെ കമ്പനിയിലായിരുന്നു ഞാൻ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അവിടെ പോയ സമയത്ത് അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു UK സിറ്റിസൺ ആണ്. അവിടെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, അവർ എല്ലാ പ്രൊസീജിയറൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ഇനിയിപ്പം ഈ കാർ എടുക്കേണ്ട ഒരു വലിയൊരു കാർ ലോട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതായത് ഇതിൻ്റെ എയർപോർട്ടിന് പുറത്തുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒരു വലിയൊരു കാർ ലോട്ടിങ്ങിനുണ്ട്. എല്ലാ റെൻ്റെക്കാർ കമ്പനികളുടെയും കാറുകൾ അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞ് മുകളിലോട്ട് കയറിയിട്ട് അറൈവൽ സെക്ഷനിൽ നിന്ന് ഡിപ്പാർച്ചർ സെക്ഷനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന
സ്ഥലം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ പോയ സമയത്ത് നമ്മൾ കാറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു നിസാൻ്റെ ഒരു കാറായിരുന്നു റെഡിയാക്കി വെച്ചിരുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വിട്ട് വണ്ടി എടുത്ത് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തി. സമയം ഏകദേശം ഒരു വൈകുന്നേരം 7:30-8 മണിയായിരുന്നു. ഫുൾ ഇരുട്ടായിരുന്നു. അവിടെ എത്തി ഞങ്ങൾ റൂമിലെത്തി. റൂമിൻ്റെ മുന്നിൽ ഒരു കീ ബോക്സ് വെച്ചിട്ടുണ്ടാവും. അത് തുറന്നിട്ട് അതിൽ നിന്ന് കീ എടുത്തിട്ട് ഉള്ളിൽ കയറുക വേണ്ടേ. റിസപ്ഷനൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ്. പേയ്മെൻ്റ് ഒക്കെ ഓൺലൈനാണ്. അപ്പോൾ ഞങ്ങൾ അത് വെച്ച് തുറക്കുക, ഉള്ളിൽ കയറുക, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചാ കീ അതിൽ വെക്കുക, തിരിച്ചു പോവുക. അങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി. രാത്രി ഒരു 8 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുൾ ഇരുട്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റിയില്ല. പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് തന്നെ അവിടെ ഒന്നും ഹോട്ടലുകളൊന്നും തുറന്നിട്ട് കാണുന്നില്ല, റെസ്റ്റോറൻറ്റുകളൊന്നും തുറന്നിട്ട് കാണുന്നില്ല. അവിടെ ഞങ്ങൾ ഒരു മക്ഡൊണാൾഡ്സ് കണ്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അത് ഞങ്ങൾ റൂമിലോട്ടെത്തി. അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ തന്നെ എണീറ്റു. രാവിലെ തന്നെ ഈ ഒരു നമ്മുടെ പ്ലാനുകളൊക്കെ തീർക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോഴേക്ക് സൈപ്രസിൽ ഇരുട്ടും. അത് വിൻ്റർ ടൈമാണ്. പിന്നീട് അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പുറത്തൊക്കെ ഇറങ്ങി ആ ഹോട്ടലിൻ്റെ ചുറ്റുള്ളതൊക്കെ നമ്മൾ കണ്ട്. നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല പച്ചപ്പുള്ള ഒരു കുന്നിൻ ചെരിവായിരുന്നു അത്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോയതാണ്. പക്ഷേ റെസ്റ്റോറൻറ്റുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. കോഫി ഷോപ്പ് കയറിയിട്ട് ഞങ്ങൾ കോഫിയൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന്. അവിടെ ഒരു അപ്പൂപ്പന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. 2 അപ്പൂപ്പന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ കോഫിയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളുടെ ഹായ് ഒക്കെ പറഞ്ഞു. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി. ഞങ്ങൾ അന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിലെ ലർണാക്കയെന്ന് അയാനാപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അയാനാപ്പ എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരു കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്ക് ഉണ്ട്. ആ കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്കും അയാനാപ്പേൻ്റെ അടുത്തുള്ളൊരു നിസി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതെല്ലാം കവർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ പോകുന്നത് നിസി ബീച്ചിലോട്ടാണ്. നിസി ബീച്ചിൽ നിന്ന് അതിൻ്റെ അടുത്ത് തന്നെ ഒരു നിസി ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെയുണ്ട്. ഈ നിസി ഐലൻഡ് എന്ന് പറയുന്നത് നിസി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളൊരു റോക്കാണ്, ഒരു പാറക്കൂട്ടാണ്. ആ പാറക്കൂട്ടത്തിലേക്ക് ഈ കടലിലൂടെ നടന്നിട്ട് ആ പാറക്കൂട്ടത്തിലോട്ട് പോകാൻ പറ്റും, നടന്നു പോകാൻ പറ്റും. അതായത് ഇതൊന്നും വെച്ച് ക്രോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നടന്നു പോകാൻ പറ്റും. ആ നടന്നു പോകുന്ന ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ഫുള്ള് ഓവർകോട്ടൊക്കെ ഇട്ടിട്ട്, നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഓവർകോട്ടൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നത്. ബീച്ചിലോട്ട് പോയ സമയത്ത് ദൂരെ അവിടെ നിസി ഐലൻഡ് കാണാനുണ്ട്. ഞങ്ങൾ ആ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു. ബീച്ചിൽ ഫുള്ള് നല്ല തിരമാലയൊക്കെ നല്ലോണം അടിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരും ഇല്ല. രാവിലെ ഏകദേശം ഒരു 10 മണി ആവുന്നില്ല അവിടെ എത്തുമ്പോഴേക്കും. ഒരാളും ഇല്ല അവിടെ. ജസ്റ്റ് ഒരു ലൈഫ് ഗാർഡ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടം വരെ പോയി. അവിടെ നല്ല തിരമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന മടിച്ച് നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ ജീൻസൊക്കെ ഇട്ടിട്ടാണ്. അപ്പം ഫുള്ളും നനയും. അതുപോലെ അവിടെ സേഫ് ആണോ എന്ന് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങൾ ആ ലൈഫ് ഗാർഡിനോട് ചോദിച്ചു, അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ, സേഫ് ആണെന്നുള്ള കാര്യം ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ സുഖമായിട്ട് ക്രോസ് ചെയ്തു. അവിടെ ഒരു ചെറിയൊരു മണൽത്തിട്ടയുണ്ട്, അതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്താൽ മതി. അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരി എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി അതുവഴി അങ്ങ് നടന്നു പോകാൻ വേണ്ടി അങ്ങോട്ട് എത്തി. പോകുന്ന സമയത്താണ് മനസ്സിലായത് ജസ്റ്റ് ഒരു മൺതിട്ട മാത്രമേ ഉള്ളൂ. അതിലൂടെ ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്യണം. ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും കടലാണ്, നേരെ ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം നല്ലോണം ഒഴുകുന്നുമുണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഒഴുകും. പക്ഷെ എന്നാലും മുങ്ങിപ്പോകാത്തൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചൊരു ഒഴുക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കറക്റ്റ് അത് നോക്കിയിട്ട് അങ്ങ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. അപ്പോൾ കാണുന്ന സമയത്ത് ഇങ്ങനെ ഐലൻഡിലെ ഒരു ബീച്ച് പോലെ തന്നെയാണ്. ആ ബീച്ച് പോലെ എത്തി. ആ ഐലൻഡിൻ്റെ മുകളിൽ ആ കല്ലിൻ്റെ മുകളിലോട്ട് അങ്ങ് കയറി. കല്ലിൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് മുകളിൽ നിന്നിട്ട് നമുക്ക് ഫുൾ കാണാൻ പറ്റും. അവിടെ കടലും എല്ലാം കാണാൻ പറ്റും. ആ സമയമാകുമ്പോഴേക്ക് ആകാശമൊക്കെ ഇരുണ്ട് തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. ഒന്ന് കുറച്ചൊരു ഭീകരത അന്തരീക്ഷമായിരുന്നു. കാരണം ആരുമില്ല, വേറെ ആരുമില്ല. ദൂരെ ഒരു ലൈഫ് ഗാർഡ് മാത്രമേ ഉള്ളൂ. അവിടെ വന്ന ആൾക്കാരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു മഴ പെയ്തപ്പോൾ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഫുൾ കല്ലാണ്, നല്ല കൂർത്ത കല്ലുകളാണ്. ഈ കടലിനെ നടുക്കായതുകൊണ്ട്, റഫ് സീ ആയതുകൊണ്ട് തന്നെ ഈ കടൽ അടിച്ചടിച്ച്, നല്ല തിരമാലയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അടിച്ചടിച്ച് ഈ കല്ലിന് കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കുഴിയൊക്കെ ആയി നല്ല കൂർത്ത കല്ലുകളായിട്ടാണ് കിടക്കുന്നത്.
അപ്പോൾ നോക്കുന്ന സമയത്ത് താഴോട്ട് ഇറങ്ങാൻ പറ്റും, അവിടുന്ന് മറ്റേ സൈഡിലോട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റും, ഇങ്ങനെ പിടിച്ചൊക്കെ ഇറങ്ങാൻ പറ്റും. അപ്പം ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങാൻ ചെറിയൊരു വഴി കണ്ടു, അതിലൂടെ താഴോട്ട് ഇറങ്ങാൻ നോക്കി. ഇറങ്ങി ഇങ്ങനെ പകുതി എത്തുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പറിയാണ് കല്ല്, അതുപോലെ ഫുള്ള് കൂർത്ത കല്ലാണ്. ജസ്റ്റ് ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മുറിയും. ഞങ്ങളാണെങ്കിൽ ഷോർട്സും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. ഓൾറെഡി എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഇറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇറങ്ങണം. പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടി കയ്യിൽ വന്നു വരും, കാരണം ചെറിയ കൂർത്ത കല്ലുകളാണ്. താഴെ ഇറങ്ങി ഫുള്ള് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ അത് എൻജോയ് ചെയ്തു. ഫുള്ള് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇറങ്ങുന്ന ഒരു വഴിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കാണുന്നത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതേപോലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുകളിലോട്ട് തിരിച്ചെത്തി. ചെറിയൊരു മുറിവും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വരുമ്പോഴേക്ക് ഏകദേശം തിരമാല കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ കയറി ബീച്ചിലോട്ട് കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും പണ്ടേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അയാനാപ്പ സിറ്റി സെൻറ്ററിലോട്ടാണ് പോയത്. അയാനാപ്പ സിറ്റി സെൻറ്ററിൽ ഞങ്ങൾക്ക് ഒരു മോണസ്ട്രി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു സെൻറ്റ് മേരീസ് ചർച്ച് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോയി. ഈ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ വെച്ചാൽ രണ്ട് സൈഡിലും ഓറഞ്ച് മരങ്ങളാണ്. ഫുള്ള് ഓറഞ്ച് മരവും അതിൽ ഫുള്ള് ഓറഞ്ച് ആയിട്ട് കിടക്കും. ഓറഞ്ച് കളറിൽ നല്ല ഓറഞ്ച് ഇങ്ങനെ ആയി കിടക്കുകയാണ്. ഒരു കൗതുകമായിരുന്നു അത് കാണുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്കിലേക്കാണ്. ഈ കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ സൈപ്രസിൻ്റെ ഒരു എൻഡിലോട്ടെത്തി. ആ എൻഡിലുള്ള ഒരു പാർക്കാണ് കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്ക്. അവിടെ ഒരു സീക്രട്ട് കേവ് ഉണ്ട്. ആ സീക്രട്ട് കേവിൻ്റെ അടുത്ത് വരെ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റും. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു ക്ലിഫാണ്, അതായത് ഇങ്ങനെ ചെങ്കുത്തായ പാറയാണ്, നേരെ കടലാണ് താഴോട്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ആയി മാറിയതാണ്, കാരണം ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് ഈ സീയിലെ വെള്ളം അടിച്ചടിച്ച് ആ ഒരു സ്ഥലം അങ്ങനെയായി മാറിയതാണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കേവ് പോലെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിരുന്നു, കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങേണ്ട ഒരു വഴിയുണ്ട്. നേരത്തെ ഞങ്ങൾ മറ്റേ നിസി ബീച്ചിൽ നിന്ന് നിസി ഐലൻഡിൽ താഴോട്ട് ഇറങ്ങിയ പോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ താഴോട്ട് നോക്കുന്ന സമയത്ത് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഓക്കെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോവാം. അവർ പറഞ്ഞു ഇതുവഴി ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ സ്ലിപ്പൊക്കെ ആവുന്നുണ്ട്. സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു അതിരോ വരമ്പോ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒരു സേഫ്റ്റി ഗാർഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അവിടെ. ജസ്റ്റ് എഴുതി വെച്ചിട്ട് മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ലിപ്പറി ആവാം എന്ന് എഴുതി വെച്ചതല്ലാതെ ഒരു തരത്തിലെ സേഫ്റ്റി മെഷേഴ്സും അവിടെ ചെയ്തു വെച്ചിട്ടില്ല അവർ. താഴോട്ട് ഇറങ്ങി ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഭയങ്കര റഫായിട്ടുള്ള സീയാണ്. അടുത്ത് പോയി നമ്മൾ തിരമാല നമ്മൾ ദേഹത്തോട്ടടിക്കും. അവിടെ ഏകദേശം എത്തുന്ന സമയത്ത് വൈകുന്നേരം ഒരു 3 മണി 3:30 ആയിരുന്നു. ഏകദേശം 1.5 മണിക്കൂറും കഴിഞ്ഞ് സൺസെറ്റിനുള്ളൂ. ആ 3:30 എന്ന് പറഞ്ഞാൽ ഏകദേശം സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ലൊരു സമയമായിരുന്നു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്കിൻ്റെ ആ ഒരു എൻഡിലോട്ടെത്തി. ആ എൻഡിൽ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട്, ആ എൻഡിൽ ഒരു ചർച്ച് ഉണ്ട്, ഒരു കടലിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു ചർച്ച്. അപ്പോൾ ആ ചർച്ചിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നേരെ കടലിലോട്ടാണ് വ്യൂ കിട്ടുക അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആ സ്ഥലമൊക്കെ കണ്ട് അവിടെ നേരെ ഞങ്ങൾ അടുത്തൊരു പ്രോട്ടറാസ് എന്ന് പറയുന്ന ഒരു ബീച്ചിൻ്റെ സൈഡിലോട്ടെത്തി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 6 മണിയായി, ഫുള്ള് ഇരുട്ടായി. ഞങ്ങളെ പ്ലാൻ അനുസരിച്ച് ആ പ്രോട്ടറാസ് ബീച്ചും കൂടെ നമ്മൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് ഇരുട്ടായി, ഒന്നും കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ഒരു ട്രഡീഷണൽ സൈപ്രസ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചതെന്ന്. ഈ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിനെ ടാവേൺ എന്നാണ് അവിടെ പറയാം. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കഴിച്ചത് വെജിറ്റബിൾ മീറ്റ് ബോൾസും ഒരു വെജിറ്റബിൾ മൊസാക്ക എന്ന് പറയുന്ന 2 സാധനങ്ങളായിരുന്നു. മീറ്റ് ബോൾ എന്ന് പറയുന്നത് മീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് വെജിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ വെജിറ്റബിൾ മീറ്റ് ബോൾസ് എന്ന് അവർ പറയും. പിന്നുള്ളത് മൊസാക്ക എന്ന് പറയുന്ന സാധനമാണ്. ഈ മൊസാക്ക എന്ന് പറയുന്നത് വെജിറ്റബിൾസും മീറ്റും ടൊമാറ്റോ സോസും ചീസൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കഴിച്ചത് വെജിറ്റബിൾ ആയിരുന്നു. അപ്പം മീറ്റ് ഇല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുള്ളായിട്ട് നല്ല കളർ തീമിൽ, ആ ഒരു ട്രഡീഷണൽ തീമിലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ച് ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൗണ്ടറിൻ്റെ അടുത്തോട്ട് എത്തിയ സമയത്ത് അവിടെ ഇങ്ങനെ നോട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കണ്ടു, പല രാജ്യങ്ങളുടെ നോട്ടുകൾ. അപ്പോൾ ഇങ്ങനെ നോട്ടുകൾ ഒട്ടിച്ച് വെച്ച് കണ്ടിട്ട് ഞാൻ ഓണറോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ നോട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ വരുന്ന ഗസ്റ്റുകൾ അവർക്ക് കൊടുക്കുന്ന നോട്ടുകളാണെന്ന് പറഞ്ഞു. പല രാജ്യക്കാർ അവിടെ വരുന്ന സമയത്ത് അവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞു.
ഞാൻ എൻ്റെ പേഴ്സിലെടുത്ത സമയത്ത് അതിൽ UAE ദർഹം ഉണ്ടായിരുന്നു. ഒരു ദർഹം എടുത്തിട്ട് അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു സൈൻ ചെയ്തിട്ട് തരാൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അവരവിടെ ഒട്ടിച്ചു വെച്ചു. ഇതൊക്കെ കണ്ട് അവർക്ക് നല്ലോണം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് അവർ ഒന്നുകൂടി ഇരിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കും ഞങ്ങളുടെ പിറകിലൊരു ഞങ്ങൾക്കൊരു തോട്ടമുണ്ട്, അവിടെ സ്പെഷ്യലായിട്ടൊരു ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്, ചെറിയ സൈസുള്ള ഓറഞ്ചാണ്, അത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവരത് കൊണ്ടു തന്നു. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അത് തോലോടെയാണ് അത് കഴിക്കേണ്ടത്. അത് ചെറുതാണ്, വളരെ ചെറുതാണ്. അത് കഴിച്ചു. ഒരു കേക്കൊക്കെ തന്നു. കേക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് വന്നത്. അന്ന് പിന്നെ രാത്രിയായി, ഫുള്ള് രാത്രി ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. സൈപ്രസിൽ നമ്മൾ 3-ാമത്തെ ദിവസം ഞങ്ങൾ പോകുന്നത് ഒരു വില്ലേജിലോട്ടായിരുന്നു. ഒമഡോസ് എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. അപ്പം ഡിസംബർ 30 31 കഴിഞ്ഞ് 1-ാം തീയതി ന്യൂ ഇയർ ആണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പം 30-ാം തീയതി ഞങ്ങൾ പോകുന്നത് നേരെ ഒമഡോസിലോട്ടാണ്. ഈ ഒമഡോസ് എന്ന് പറയുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഈ ലർണാക്കയിൽ നിന്ന് ഏകദേശം 1.5-2 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളും കണ്ടിട്ട് അവിടെ എത്താനായിരുന്നു പ്ലാൻ. പുറത്തിറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ലർണാക്ക സിറ്റിയിലോട്ടാണ്. ഞങ്ങൾ ലർണാക്കയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നുണ്ടായത്. ലർണാക്ക സിറ്റിയിലോട്ട് പോയി അവിടെ ഒരു ലർണാക്ക കാസിലും അതുപോലെ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആ ഏരിയ എന്ന് പറയുന്നത് നല്ല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് കുറച്ചെങ്കിലും ആൾക്കാരെ ഞങ്ങൾ കണ്ടത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറവ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ നിരത്തൊക്കെ ഇങ്ങനെ കല്ല് പാകിയ നിരത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു കമാരസ് അക്വാഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയുള്ളൊരു സംഭവമാണ്. അക്വാഡക്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒരു കനാല് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പോയി. അവിടുന്ന് ഒരു നിയോലിത്തിക് സെറ്റിൽമെൻറ്റ് ഓഫ് കൊയ്റക്കോഷ്യ എന്നാണ് പറയുന്നത്. ആ ഒരു പണ്ടത്തെ നിയോലിത്തിക് കാലഘട്ടത്തിലുള്ള ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ്, വീടുകളൊക്കെ കാണിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ എത്തുന്നത് ലിമാസോൾ എന്ന് പറയുന്നൊരു സിറ്റിയിലാണ്. ഈ ലിമാസോൾ എന്ന് പറയുന്നത് ലർണാക്കയുടെ തൊട്ടടുത്തുള്ള വേറൊരു ഡിസ്ട്രിക്റ്റാണ്. അവിടെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഫുള്ള് കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു ഒരു സോനി ഷോപ്പിൻ്റെ അടുത്തെത്തി. സോനി ഷോപ്പ് എന്ന് അത്യാവശ്യം വലിയൊരു സോനി ഷോപ്പാണ്. അതിനുള്ളിൽ കയറുന്ന സമയത്ത് ഈ പൂച്ചയായിട്ട് ബന്ധപ്പെട്ട സോവനീറുകൾ മാത്രമുള്ളത്, ഒരുപാട് പൂച്ചയായിട്ട് ബന്ധപ്പെട്ട സോവനീറുകൾ. അതിനൊരു പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈപ്രസ് എന്ന് പറയുന്നത് പൂച്ചകൾക്ക് പേര് കേട്ടൊരു സ്ഥലമാണ്. അതായത് മനുഷ്യരെക്കാളും കൂടുതൽ പൂച്ചകളുള്ള ഒരു സ്ഥലം എന്നാണ് സൈപ്രസ് അറിയപ്പെടുന്നത്. അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത് ഒമഡോസ് വില്ലേജിലോട്ടാണ്. ആ സമയമാകുമ്പോഴേക്ക് ഇരുട്ടി. ഈ പറയുന്ന പോലെ തന്നെ 5 മണിയാകുമ്പോഴേക്ക് അവിടെ ഇരുട്ടുന്നത് തന്നെ ഫുൾ ഇരുട്ടി. അങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വരെ ഇല്ലാത്തൊരു റോഡായിരുന്നു. അതുവഴി നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് അവിടം വരെ എത്തുന്നത്. ഒമഡോസ് വില്ലേജ് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി എന്ന് പറയുന്നത് ഫുള്ള് കല്ല് പാകിയ വഴിയാണ്. അതുപോലെ വളരെ ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. ഇടുങ്ങിയ റോഡിൽ ഇങ്ങനെ കയറും ഇറങ്ങൊക്കെ പോകുന്ന ടൈപ്പ് റോഡുകളാണ്. അതുപോലെ തട്ടായിട്ടുള്ള വീടുകളും അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായത്. താമസിക്കുന്ന സ്ഥലം വരെ വണ്ടി എങ്ങനെയൊക്കെ അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് മനസ്സിലായി അവിടെ പാർക്ക് ചെയ്യാനോ സ്ഥലമൊന്നുമില്ല, ജസ്റ്റ് ഒരു വണ്ടി പോകേണ്ട വഴി മാത്രമേ ഉള്ളൂ. പിന്നെ അതൊന്ന് അതേപോലെ റിവേഴ്സ് എടുത്ത് വരണം. അതിപ്പോൾ ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു കിലോമീറ്റർ അതേപോലെ റിവേഴ്സ് എടുത്ത് വന്നിട്ട് വില്ലേജ് സെൻറ്ററിൻ്റെ അടുത്ത് കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ വില്ലേജ് സെൻറ്ററിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വീണ്ടും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നടന്നു. ഒരു 2 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ തണുപ്പ്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല മഞ്ഞൊക്കെ മൂടി കിട്ടുന്ന സമയമായിരുന്നു. അതുപോലെ ചുറ്റും ആൾക്കാരില്ല, വെളിച്ചം മാത്രം, ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ ചെറിയ റോഡാണ്, സൗണ്ടില്ല, കടകളില്ല, എല്ലാം ക്ലോസ് ആയിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഞങ്ങൾ നടന്നിട്ട് അവിടെ എത്തുന്നത്. അവിടെ എത്തി ഇതേപോലെ സെയിം ഞങ്ങൾ മുന്നേ താമസിച്ച സെയിം ഹോട്ടലിൻ്റെ അതേപോലെ ഒരു സിസ്റ്റമായിരുന്നു അവിടെയും. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ ഒരു കീ ബോക്സിൽ വെക്കും. ആ കീ അതിൽ നിന്ന് എടുക്കുക, ഞങ്ങൾ തുറക്കുക, ഉള്ളിൽ കയറുക എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ അതിനുള്ളിൽ വെച്ച് പിന്നെ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ അന്ന് ഉച്ചക്കും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെയാണ്. ഇപ്പം സ്ഥലങ്ങളൊക്കെ കാണേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമയം തീരുന്നതുകൊണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യുക, ഫുഡ് പിന്നെ കഴിക്കുക എന്നുള്ളൊരു പ്ലാനോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ആ സമയം വരെ ഞങ്ങൾ നല്ലോണം വിശന്ന് തളർന്നിരുന്നു. റൂമിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് നടക്കുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റുകളോ ഒന്നും തുറന്നിട്ടില്ല. ഗൂഗിൾ മാപ്പ് നോക്കുന്ന സമയത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും തുറന്ന് കാണുന്നില്ല. വീണ്ടും ഞങ്ങൾ ആ സിറ്റി സെൻറ്ററിലോട്ട്, ഒരു വില്ലേജ് സെൻറ്ററിലോട്ട് എത്തി. വില്ലേജ് സെൻറ്റർ എത്തിയ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ട് കണ്ടു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. അതും ഒരു ട്രഡീഷണൽ ടാവേൺ ആയിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരു അച്ഛനും മകനും കൂടെ നടത്തുന്ന ഒരു ടാവേണാണ്. അതിനുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. ആ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഇവിടെ ഓപ്പൺ ഉള്ളൂ. ഏകദേശം 9:30 ആ ഒരു സമയമായി. ആ സമയമാകുമ്പോഴേക്കും ഉള്ളിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് എത്തി. അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നുമില്ല, അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങളുടെ
സൈപ്രസിലെ 4ാമത്തെ ദിവസമായിരുന്നു. ഡിസംബർ 31 അതായത് ന്യൂ ഇയേഴ്സ് ഈവായി. അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമഡോസ് വില്ലേജ് മുഴുവൻ കറങ്ങി അവിടുന്ന് പിന്നെ മെല്ലെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ലിമാസോളിലെത്തി ലിമാസോൾ മറീനയിൽ നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ.